വെൽക്കം ടു എ ഡ്രീം ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ. അപ്പോൾ ഇന്ന് നമ്മുടെ 4th ബ്ലോക്കിലെ സെക്കൻഡ് ചാപ്റ്റർ, അതായത് നമ്മുടെ 13ാമത്തെ ചാപ്റ്റർ സ്കിൽസ് ഫോർ സെയിൽസ് പേഴ്സൺ. അപ്പോൾ നമ്മൾ ഇതുവരെ എങ്ങനെയാണ് സെയിൽസ് പേഴ്സൺസ് കസ്റ്റമേഴ്സിനോട് പെരുമാറേണ്ടത്, എത്തിക്സ് എന്തൊക്കെയാണ്, അതിനെക്കുറിച്ചിട്ടൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ ഒരു ചാപ്റ്ററിൽ എന്തൊക്കെയാണ് ഒരു സെയിൽസ് പേഴ്സണ് ആവശ്യമായിട്ടുള്ള സ്കിൽസ്, അല്ലെങ്കിൽ ഒരു സെയിൽസ് പേഴ്സൺ ആവാൻ, അല്ലെങ്കിൽ ഒരു കസ്റ്റമറിനെ നല്ല രീതിയിൽ ഡീൽ ചെയ്യാൻ അയാൾക്ക് വേണ്ട അത്യാവശ്യം വേണ്ട സ്കിൽസ് എന്തൊക്കെയാണ്, അതിനെ കുറിച്ചിട്ടാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. നമുക്കറിയാം സെയിൽസ് പേഴ്സൺ എന്ന് പറയുമ്പോൾ വളരെയധികം ഒരുപാട് സ്കിൽസ് ആവശ്യമുള്ള ഒരു ടൈപ്പ് ഓഫ് ജോബാണ്. അതായത് എസ്പെഷ്യലി സോഫ്റ്റ് സ്കില്ലുകൾ അല്ലെ, അതായത് മറ്റുള്ളവരെ ശ്രദ്ധിക്കാനുള്ള കഴിവ്, പേഷ്യൻസ്, കോൺഫിഡൻസ്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, അങ്ങനെ ഒരുപാട് സ്കില്ലുകൾ ആവശ്യമുള്ള ഒരു ജോലിയാണ് പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുമ്പോൾ. ഓക്കെ, അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ എസെൻഷ്യൽ സ്കിൽസ് ഓഫ് എ സെയിൽസ് പേഴ്സൺ, ഒരു സെയിൽസ് പേഴ്സണ് അത്യാവശ്യം വേണ്ട കുറച്ച് സ്കിൽസുകളെ കുറിച്ചിട്ടാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തത് നോക്കൂ, ലിസണിങ് സ്കില്ല് അല്ലെ. ലിസണിങ് സ്കിൽ എന്ന് പറയുമ്പോൾ സെയിൽസ് പേഴ്സൺ എപ്പോഴും അയാളുടെ കസ്റ്റമറിനെ കേൾക്കാനുള്ള സ്കിൽ ഉണ്ടായിരിക്കണം അല്ലെ. അതായത് ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സെയിൽസ് പേഴ്സൺ അയാളുടെ കസ്റ്റമറിനെ കേൾക്കുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കും. കസ്റ്റമർ എന്താണ്, നമുക്കറിയാം സെയിൽസ് പേഴ്സൺ എപ്പോഴാണ് സക്സസ് ആവുന്നത്, അയാൾ ഒരു സെയിൽസ് അല്ലെങ്കിൽ അയാൾ ഒരു പ്രൊഡക്റ്റോ സർവീസസോ കസ്റ്റമറിന് മുന്നിൽ പരിചയപ്പെടുത്തി കൊടുത്ത് ആ പ്രൊഡക്റ്റ് വാങ്ങാൻ ആ ഒരു കസ്റ്റമറിനെ പ്രേരിപ്പിച്ച് ആ ഒരു കസ്റ്റമർ ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോഴാണ് ആ ഒരു സെല്ലർ അവിടെ സക്സസ്ഫുൾ ആകുന്നത്. ഓക്കെ, അങ്ങനെ അയാൾ സക്സസ്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ കസ്റ്റമറിന്റെ നീഡ്സ് എന്താണെന്ന് അറിയണം, വാണ്ട്സ് എന്താണെന്ന് അറിയണം, കസ്റ്റമറിന്റെ ബിഹേവിയർ എന്താണെന്ന് അറിയണം, കസ്റ്റമറിന്റെ മോട്ടീവ്സ് എന്തൊക്കെയാണെന്ന് അറിയണം. ഒരു കസ്റ്റമറിനെ നമുക്ക് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ കസ്റ്റമർ പറയുന്നത് നമ്മൾ വളരെ ശ്രദ്ധിച്ച് കെയർഫുൾ ആയിട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ലിസണിങ് സ്കിൽ എന്ന് പറയുമ്പോൾ എക്സ്പീരിയൻസ്ഡ് സെയിൽസ് പേഴ്സൺ അണ്ടർസ്റ്റാൻഡ് ദി വാല്യൂ ഓഫ് കെയർഫുൾ ലിസണിങ് ഓഫ് ദെയർ കസ്റ്റമർ. ഓക്കെ, അപ്പോൾ ഒരു ലിസണിങ് എന്നുള്ള ആ ഒരു സ്കില്ല് ഒരു സെല്ലർക്ക്, അല്ലെങ്കിൽ ലിസണിങ് എന്നുള്ള സ്കിൽ എങ്ങനെയൊക്കെയാണ് അയാൾ അത് അച്ചീവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കസ്റ്റമറും അറിയണം തൻ്റെ സെല്ലർ കസ്റ്റമർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എന്ന് ബയ്യർക്ക് ഒരു ഉറപ്പുണ്ടായിരിക്കണം. ഓക്കെ, ഞാൻ ഒരാളോട് കാര്യം പറയുമ്പോൾ എന്നെ അയാൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലാവുമ്പോഴാണ് അവിടെ ബയ്യർ അല്ലെങ്കിൽ കസ്റ്റമർക്ക് ഒരു ട്രസ്റ്റ് ഉണ്ടാവുന്നത്. അതായത് ബയ്യർ പറയുന്ന കാര്യം അല്ലെങ്കിൽ കസ്റ്റമർ പറയുന്ന കാര്യം സെല്ലർ ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ അയാൾ കൊണ്ടുവരുന്ന പ്രൊഡക്റ്റിലും അയാൾ കൊണ്ടുവരുന്ന സർവീസസിലൊന്നും കസ്റ്റമർക്ക് വിശ്വാസം ഉണ്ടാവില്ല അല്ലെ. അപ്പോൾ ട്രസ്റ്റ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ സെല്ലറിന്റെ ആക്ഷൻസിലും അതുപോലെ തന്നെ സെല്ലറിന്റെ സംസാരത്തിലും സെല്ലറിന്റെ എല്ലാ ബോഡി ലാംഗ്വേജിലും ഒക്കെ ബയ്യറിനെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് തോന്നുന്ന രീതിയിലായിരിക്കണം. ഓക്കെ, ഇവിടെ നോക്കൂ, ആസ്പെക്ട്സ് ഓഫ് ലിസണിങ്. നമ്മൾ എങ്ങനെയാണ് ലിസണിങ് ചെയ്യുന്നത്? ഫസ്റ്റ് വൺ നോക്കൂ, പേ അൺഡിവൈഡഡ് അറ്റൻഷൻ അല്ലെ. നമ്മൾ എന്ത് ചെയ്യണം, എന്താണോ ബയ്യർ പറയുന്നത് അത് മുഴുവനായിട്ട് അല്ലെങ്കിൽ ബയ്യറിലേക്കായിരിക്കണം നമ്മുടെ ശ്രദ്ധ മുഴുവനും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും? ലുക്കിംഗ് സ്ട്രൈറ്റ് ഇൻ ദി ഐസ് അല്ലെ. നമ്മൾ എപ്പോഴും കണ്ണിൽ നേരെ നോക്കിയിട്ട് സംസാരിക്കും അല്ലെ. കസ്റ്റമർ ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ വേറെ എവിടേക്കെങ്കിലും നമ്മുടെ ഐ കോണ്ടാക്ട് ആക്കിയിട്ടുണ്ടെങ്കിൽ അപ്പൊ അത് കസ്റ്റമറിന് മനസ്സിലാക്കാൻ പറ്റും എന്ത്, ഈ സെല്ലർ ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും ലിസൺ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ നീഡ് എന്താ, എൻ്റെ പ്രോബ്ലം എന്താണ് എന്ന് ഇയാൾ കേൾക്കുന്നില്ല. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വേണ്ടത് അറ്റൻഷൻ ആണ്. ഈ അറ്റൻഷൻ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുക? നമ്മളൊരു ഐ കോണ്ടാക്ട്, സ്ട്രൈറ്റ് ആയിട്ടുള്ള ഒരു ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അതുപോലെ തന്നെ കോൺസെൻട്രേറ്റ് അല്ലെ, നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കിയിരിക്കണം. അതായത് ബയ്യർ എന്താണോ പറയുന്നത് അതിൽ നമ്മൾ അത്രയും കോൺസെൻട്രേഷൻ വേണം അല്ലെ. അതായത് ചില കാര്യങ്ങൾ മാത്രം കേൾക്കുക, ചില കാര്യങ്ങൾ കേൾക്കാതിരിക്കുക. അങ്ങനെ ആവുമ്പോൾ എന്താണോ ബയ്യർ ഉദ്ദേശിച്ചത് അതിൻ്റെ ഒരു എക്സാക്ട് മീനിങ് സെല്ലർക്ക് കിട്ടില്ല. അതുപോലെ തന്നെ എൻവിറോൺമെന്റൽ ഡിസ്ട്രാക്ഷൻ. നമ്മളിപ്പോ ഒരു വളരെയധികം സൗണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഉള്ള ഒരു ഏരിയയിൽ വെച്ചിട്ടാണ് ബയ്യറും സെല്ലറും മീറ്റ് ചെയ്യുന്നത് എങ്കിൽ
അവിടെ സെല്ലറിനെ അല്ലെങ്കിൽ ബയ്യർ എന്താണോ പറയുന്നത് അത് കറക്റ്റായ രീതിയിൽ സെല്ലർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല അല്ലെ. ഒരുപാട് സൗണ്ട് അല്ലെങ്കിൽ ഡിസ്ട്രാക്ഷൻസ് മൂലം ബയ്യർ എന്താണോ ഉദ്ദേശിക്കുന്നത് എന്നും സെല്ലർക്കും സെല്ലർ അതിന്റെ ഫീഡ്ബാക്ക് എന്താണ് പറയുന്നത് എന്നും ബയ്യർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ കഴിയാതെ വരും. അതുപോലെ തന്നെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഒരു കാമായിട്ടുള്ള വളരെയധികം സൈലന്റ് ആയിട്ടുള്ള രണ്ടു പേർക്കും വളരെയധികം കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പ്ലേസിൽ നിന്ന് കൊണ്ടാവണം സെല്ലറും ബയ്യറും അവരുടെ കോൺവെർസേഷനിൽ ഏർപ്പെടേണ്ടത്. ഓക്കെ, അതുപോലെ തന്നെ നോക്കൂ, നോട്ട് ഓൺലി ഇയർ ബട്ട് ആൾസോ ഐസ് അല്ലെ. ലിസണിങ് എന്ന് പറയുന്നത് കേൾക്കുക മാത്രമല്ല, അവിടെ കണ്ണും കൂടി കേൾക്കണം. അതായത് ബയ്യർ സംസാരിക്കുമ്പോൾ അയാളുടെ ബോഡി ലാംഗ്വേജ് എങ്ങനെയാണ്, അയാളുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ എങ്ങനെയാണ്, അയാളുടെ ഐ കോണ്ടാക്ട് എങ്ങനെയാണ്, അയാളുടെ ആക്ഷൻസ്, മറ്റ് ഹാൻഡ് ജസ്റ്റേഴ്സ്, ആംഗ്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ സെല്ലർ വാച്ച് ചെയ്തുകൊണ്ടേയിരിക്കണം അല്ലെ. നമുക്കറിയാം നമ്മുടെ ബോഡി ലാംഗ്വേജും കൂടെ നമ്മളൊരു കാര്യം പറയുമ്പോൾ നമ്മുടെ ബോഡി ലാംഗ്വേജും അതിൻ്റെ ഒരു പാർട്ടായി മാറുന്നുണ്ട്. നമ്മുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ആക്ഷൻസുകളാണ്. ഓക്കെ, അപ്പൊ ആ ഒരു ആക്ഷൻസ് സെല്ലർ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ്, അപ്പൊ ഇത്രയും ഫാക്ടറുകൾ ഉൾക്കൊള്ളുമ്പോഴാണ് അവിടെ എന്തുണ്ടാവുന്നത്, അറ്റൻഷൻ ഉണ്ടാവുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നോക്കൂ, ഗീവ് അക്നോളജ്മെന്റ്. നമ്മൾ ബയ്യർ ഒരു കാര്യം പറയുമ്പോൾ അല്ലെങ്കിൽ കസ്റ്റമർ ഒരു കാര്യം പറയുമ്പോൾ സെല്ലർ അത് ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് കസ്റ്റമർക്കും കൂടി തോന്നണം. അപ്പൊ അതിന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ സെല്ലർ എന്തൊക്കെ കാര്യങ്ങൾ യൂസ് ചെയ്യണം? അതായത് കസ്റ്റമറിനെ കൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രം പോരാ, അത് കസ്റ്റമറും കൂടി അംഗീകരിക്കണം. സെല്ലർ ബയ്യർ അല്ലെങ്കിൽ കസ്റ്റമർ പറയുന്ന കാര്യം ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് കസ്റ്റമറും കൂടി അംഗീകരിക്കണം. അതിന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും? ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യും അല്ലെ. അതായത് നമ്മൾ ബയ്യർ എന്താണോ പറയുന്നത് അതനുസരിച്ച് അല്ലെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ ഐ കോണ്ടാക്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അതേപോലെ തന്നെ അപ്രോപ്രിയേറ്റ് ഫേഷ്യൽ എക്സ്പ്രഷൻസ് അല്ലെ. ബയ്യർ പറയുന്ന കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു മനസ്സിലാവായിക വരികയാണെങ്കിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും? അത് നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് അതിലൂടെ നമ്മൾ വെളിവാക്കുന്നു അല്ലെ. ഇപ്പൊ ഫേഷ്യൽ എക്സ്പ്രഷൻ ഈസ് ദ വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആണ് അക്നോളജ്മെന്റ് എന്നുള്ള കേസിൽ. അതായത് ബയ്യർക്ക് മനസ്സിലാവണം സെല്ലർ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന്. ഫേഷ്യൽ എക്സ്പ്രഷനിലൂടെയും ഐ കോണ്ടാക്റ്റിലൂടെയൊക്കെയാണ് അയാൾ അത് ക്യാച്ച് ചെയ്യുന്നത്. അതുപോലെ തന്നെ മോണിറ്റർ ഓൺ ബോഡി ലാംഗ്വേജ് ടു മാച്ച് സ്പീക്കേഴ്സ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആൻഡ് അണ്ടർലൈങ് മീനിങ്. ഓക്കെ, നമ്മുടെ ബോഡി ലാംഗ്വേജ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം അല്ലെ. ബയ്യർ പറയുന്ന കാര്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ ബോഡി ലാംഗ്വേജ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം അല്ലെ. സ്പീക്കർ എന്താണോ പറയുന്നത് അത് അതേ രീതിയിൽ ഉൾക്കൊണ്ടു എന്നുള്ള രീതിയിൽ നമ്മുടെ ബോഡി ലാംഗ്വേജ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും? യൂസ് സ്മാൾ കമന്റ്സ് ലൈക്ക് ഹാ, യെസ്, റൈറ്റ് അല്ലെ. നമ്മളിപ്പോ ഒരാളൊരു കാര്യം സംസാരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനൊരു റെസ്പോണ്ട് ആയിട്ട് ആ, യെസ്, റൈറ്റ് അങ്ങനെയുള്ള കുറച്ച് സ്മോൾ കമന്റ്സുകൾ നമ്മൾ യൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് ഗീവ് അക്നോളജ്മെന്റ് എന്നുള്ള കേസിൽ വരുന്നത്. ഓക്കെ, അതേപോലെ തന്നെ നോക്കൂ, ഗീവ് ഫീഡ്ബാക്ക് കൊടുക്കണം അല്ലെ. അതായത് നമ്മളൊരു കാര്യം സംസാരിക്കുമ്പോൾ അത് അയാൾ അതേ രീതിയിൽ ഉൾക്കൊണ്ടു എന്ന് എങ്ങനെയാണ് ഒരു കസ്റ്റമർ മനസ്സിലാക്കുക? സെല്ലറിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്കിനനുസരിച്ചാണ് അല്ലെ. ബയ്യർ അയാളുടെ കംപ്ലൈന്റുകൾ അല്ലെങ്കിൽ അയാളുടെ പ്രോബ്ലംസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ സെല്ലറിന്റെ കയ്യിൽ അതിനുള്ളൊരു സൊല്യൂഷൻ ഉണ്ട്, അല്ലെങ്കിൽ അതിന്റെ ബയ്യർ പറയുന്ന കംപ്ലൈന്റിനെ ഓവർകം ചെയ്യാനുള്ള സൊല്യൂഷൻ ഉണ്ട് എന്ന് പറയുന്നത് സെല്ലർ കൊടുക്കുന്നത് ഫീഡ്ബാക്കിലൂടെയാണ്. ഓക്കെ, ലിസണിങ് സ്കില്ലിന്റെ അടുത്തൊരു ഭാഗമാണ് ഗീവ് ഫീഡ്ബാക്ക്. ബയ്യർ എന്താണോ പറയുന്നത് അത് സെല്ലർ മുഴുവനായിട്ടും കേട്ടിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു പ്രൂഫാണ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. അതായത് കസ്റ്റമറിന്റെ പ്രോബ്ലം സെല്ലർ കൃത്യമായി മനസ്സിലാക്കി അതിനുള്ളൊരു സൊല്യൂഷൻ കൊടുക്കുമ്പോഴാണ് ഫീഡ്ബാക്ക് ആവുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഫീഡ്ബാക്ക് കൊടുക്കുക എന്ന് പറയുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫോളോവിങ് അപ്രോച്ചസ് നമ്മൾ ഇത്തരത്തിൽ വെർബൽ റെസ്പോൺസ്, അതായത് നമ്മൾ ഒരു ബയ്യറിന്റെ ആഫ്റ്റർ ദി സ്പീച്ച് അല്ലെങ്കിൽ ബയ്യർ പറയുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞതിന് ശേഷം സെല്ലർ അയാളുടെ ഒരു ഫീഡ്ബാക്ക് കൊടുക്കുമ്പോൾ ഫോളോവിങ് അപ്രോച്ചസ് യൂസ്ഡ്, താഴെ പറയുന്ന കുറച്ച് അപ്രോച്ചസ് അയാൾ യൂസ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ് നോക്കുക.
അടുത്ത നോക്കൂ, റിപ്പീറ്റിംഗ് വെർബാറ്റിം അല്ലെ, അതായത് എന്താണോ ബയ്യർ പറഞ്ഞത് അതൊന്നും കൂടി റിപ്പീറ്റ് ചെയ്യുക അല്ലെ. അപ്പൊ അത് അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ബയ്യർ പറയുന്ന അതേ സെൻസിൽ തന്നെ, അല്ലെങ്കിൽ ബയ്യർ എന്താണോ മീൻ ചെയ്തത് അതേപോലെ തന്നെ സെല്ലർ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തുന്നതിന് ഈ ഒരു അപ്രോച്ച് യൂസ് ചെയ്യും. അതേപോലെ തന്നെ രണ്ടാമത്തെ നോക്കൂ, പാരാഫ്രൈസിങ് അല്ലെ, അതായത് നമ്മൾ എന്ത് ചെയ്യുക, ബയ്യറിന്റെ പ്രോബ്ലം അല്ലെങ്കിൽ ബയ്യർ പറഞ്ഞ കാര്യം നമ്മൾ ഒരു ഒന്നും കൂടി അതിനൊരു ലഘൂകരിക്കുക അല്ലെ, അതായത് ചുരുക്കി അതിനെ ഒന്ന് സമ്മറൈസ് ചെയ്തിട്ട് പറയുക. അപ്പോൾ അതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസും ഡൗട്ട്സുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സ്മൂത്ത് ആയിട്ട് അത് മനസ്സിലാക്കാൻ പറ്റും അല്ലെ. അതായത് ഇവിടെ കൂടുതൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ആ ഒരു ഫീഡ്ബാക്കിനെ ചെറുതാക്കാൻ പാടില്ല. അതായത് എന്താണോ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്, ബയ്യർ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് എന്താണോ മനസ്സിലാക്കിയിട്ടുള്ളത് അതിൻ്റെ ഒരു കൺസൈസ് രൂപം കൊടുക്കുക, അതിനൊരു നമ്മളൊരു സമ്മറൈസ് ചെയ്ത് ഒരു ലഘു വിവരണമാക്കി ഒന്നും കൂടെ പറയുക. അതേപോലെ തന്നെ പുട്ടിങ് ഇൻ ഓൺ വേർഡ്സ്, നമ്മൾ നമ്മുടെ വേർഡ്സിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ബയ്യറിന് ഒരു ഫീഡ്ബാക്ക് കൊടുക്കുക അല്ലെ. അതായത് ഇപ്പോൾ എന്താണോ ബയ്യർ ഉദ്ദേശിച്ചത് അത് നമ്മൾ നമ്മളുടേതായിട്ടുള്ള വേർഡ്സിൽ നിന്ന് അതിന് ഒരു ഫീഡ്ബാക്ക് കൊടുക്കുന്നു. അതുപോലെ തന്നെ ആഡിങ് ക്വസ്റ്റ്യൻസ് ടു ക്ലാരിഫൈ, നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് ഒന്നും കൂടി ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതായത് എന്തെങ്കിലും ക്ലാരിറ്റി വരുത്താനുള്ള ഭാഗത്ത് സെല്ലർ ബയ്യറോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു. അതിലൂടെ കൺഫ്യൂഷൻസും വേറെ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാകുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഫീഡ്ബാക്ക് കൊടുക്കുമ്പോൾ സെല്ലർ യൂസ് ചെയ്യുന്ന കുറച്ച് അപ്രോച്ചസ് ആണ്. അപ്പൊ ഇതിലൂടെ നമ്മൾ ഇത്തരത്തിലുള്ള ടെക്നിക്സുകളൊക്കെ യൂസ് ചെയ്യുമ്പോൾ ബയ്യർക്ക് അല്ലെങ്കിൽ കസ്റ്റമറിന് മനസ്സിലാവും എന്ത്, ഈ ഒരു സെല്ലർ അയാൾ പറയുന്ന കാര്യങ്ങളൊക്കെ, ബയ്യർ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്, ലിസൺ ചെയ്തിട്ടുണ്ട് എന്ന്. അങ്ങനെ ഒരു വിശ്വാസം ബയ്യറിൽ ഉണ്ടാക്കാൻ ഇത്തരം അപ്രോച്ചുകൾ സഹായിക്കുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഡു നോട്ട് ഇന്ററപ്റ്റ്. നമ്മൾ ഒരു ബയ്യർ അല്ലെങ്കിൽ ഒരു കസ്റ്റമർ ഒരു കാര്യം സംസാരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കലർന്ന്, അല്ലെങ്കിൽ നമ്മൾ ഒരു സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ വേറെ എന്തെങ്കിലും കാര്യം പറയുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലോ നഷ്ടപ്പെടും അല്ലെ. കസ്റ്റമർ സംസാരിക്കുന്നതിൻ്റെ ഒരു ഫ്ലോ നഷ്ടപ്പെടും. അപ്പൊ ഒരു കറക്റ്റ് മീനിങ്ങിൽ അയാൾ എന്താണോ പറയാൻ ഉദ്ദേശിച്ച കാര്യം അത് മിസ്സായി പോകും, അതിന്റെ ചില ഭാഗങ്ങൾ മിസ്സായി പോവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഒരാൾ സംസാരിക്കുമ്പോൾ അതിന്റെ ഇടയിൽ കലർന്ന് നമ്മൾ സംസാരിക്കരുത്. അതായത് ബയ്യർ സംസാരിക്കുമ്പോൾ സെല്ലർ അത് മുഴുവനും കേട്ട് കഴിഞ്ഞതിന് ശേഷം മാത്രമേ റെസ്പോണ്ട് ചെയ്യാൻ പാടുള്ളൂ. അവരുടെ പ്രോബ്ലംസും അവരുടെ കാര്യങ്ങളൊക്കെ അവർ സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എപ്പോഴും അവരുടെ അല്ലെങ്കിൽ സ്പീക്കറിന് നമ്മളൊരു റെസ്പെക്ട് കൊടുക്കണം അല്ലെ. അവരെ നമ്മൾ കൺസിഡർ ചെയ്തിട്ട് അവരുടെ ഭാഗം കേട്ട് കഴിഞ്ഞതിന് ശേഷം മാത്രമേ സെല്ലർ സംസാരിക്കാൻ പാടുള്ളൂ. അപ്പൊ ഇതൊക്കെയാണ് ലിസണിങ് സ്കില്ലിന് അല്ലെങ്കിൽ ലിസണിങ് സ്കില്ല് എഫക്റ്റീവ് ആവാൻ അല്ലെങ്കിൽ ഇംപ്രൂവ് ആവാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന കുറച്ച് ഘടകങ്ങൾ. അതായത് ഒന്നാമത്തതാണ് ഡു നോട്ട് ഇന്ററപ്റ്റ്, പേ അൺഡിവൈഡഡ് അറ്റൻഷൻ, എക്നോളജ്മെന്റ്, അതുപോലെ തന്നെ ഗീവ് ഫീഡ്ബാക്ക്. ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവുമ്പോഴാണ് ആ ഒരു ലിസണിങ് സ്കില്ല് വളരെയധികം എഫക്റ്റീവ് ആകുന്നത്. അതുപോലെ തന്നെ ഒരു ബയ്യറും അതേപോലെ തന്നെ സെല്ലറും സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു പേഴ്സണൽ സെല്ലർ ഒരു കൺസ്യൂമറുമായിട്ട് ആ ഒരു പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അവരെ കൺവിൻസ് ചെയ്യിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ അയാൾക്കുണ്ടാവേണ്ട അടുത്തൊരു സ്കില്ലാണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അല്ലേ. ഇപ്പൊ നമുക്ക് ഒരു പേഴ്സണൽ സെല്ലിങ്ങിന്റെ തിയററ്റിക്കൽ ഭാഗങ്ങളെ കുറിച്ചിട്ടെല്ലാം അറിയാം. എന്തൊക്കെയാണ് സെല്ലർ ഫോളോ ചെയ്യേണ്ട എത്തിക്സ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് സെല്ലർ ഫോളോ ചെയ്യേണ്ട സ്ട്രാറ്റജീസ്, പേഴ്സണൽ സെല്ലിംഗ് എന്താണ്, അതിനെക്കുറിച്ചൊക്കെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിയാമെങ്കിലും അത് എഫക്റ്റീവായിട്ട് പ്രാക്ടിക്കലി എക്സ്പ്രസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു സ്കില്ലാണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. കമ്മ്യൂണിക്കേഷനിലൂടെയാണ് സെല്ലർ ബയ്യറെ ഇൻഫ്ലുവൻസ് ചെയ്യിപ്പിക്കുന്നത് അല്ലെ. അതായത് ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചും സർവീസസിനെ കുറിച്ചൊക്കെ വളരെയധികം ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ അയാൾക്ക് കൊടുത്തുകൊണ്ട് അതിൻ്റെ അഡ്വാൻറ്റേജസ് ഒക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ടും അതിൻ്റെ യൂസ്ഫുൾ ഒക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ടും ഒരു സെല്ലർ ബയ്യറിനെ ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങിപ്പിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കണം. അപ്പോൾ ഇതിന് അയാൾക്ക് വേണ്ട ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്കിൽ എന്ന് പറയുന്നത് എന്താണ്? കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. വളരെ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അയാൾക്ക് കഴിവുണ്ടായിരിക്കണം.
അപ്പോൾ അതിന് അയാൾ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടി അയാൾ അല്ലെങ്കിൽ സെല്ലർ ഉപയോഗിക്കേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. സെയിം ലാംഗ്വേജ് ബയ്യറുമായിട്ട് സംസാരിക്കുമ്പോൾ സെയിം ലാംഗ്വേജിലായിരിക്കണം. അതായത് സെല്ലർ എന്താണ് ഉദ്ദേശിച്ചതെന്ന് ബയ്യർക്കും ബയ്യർ എന്താണ് ഉദ്ദേശിച്ചതെന്ന് സെല്ലർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഉള്ള സെയിം ലാംഗ്വേജ് അവിടെ യൂസ് ചെയ്യണം. അതുപോലെ തന്നെ അടുത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ബോഡി ലാംഗ്വേജ്. അല്ലെ, നമുക്കറിയാം നമ്മളൊരു വെർബലി നമ്മൾ ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ആക്ഷൻസും നമ്മുടെ ബോഡി ലാംഗ്വേജും ഒക്കെ അതിൻ്റെ ഒരു പാർട്ടായി മാറുന്നു. അപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ വളരെയധികം ശ്രദ്ധിക്കണം. അതായത് കസ്റ്റമറുമായിട്ട് നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ വളരെയധികം കോൺഫിഡൻ്റ് ആവണം. അതേപോലെ തന്നെ നമ്മുടെ ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അതുപോലെ തന്നെ സ്മൈൽ, അതുപോലെ തന്നെ കോൺസെൻട്രേഷൻ, ലിസണിങ് സ്കില്ല്, അതേപോലെ തന്നെ അവരുടെ ഒരു ഹാൻഡ് ജെസ്റ്റേഴ്സ്, ഇതൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ നമ്മൾ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രൈറ്റ് ആയിട്ട് ഇരിക്കുക, നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുക. ഇതൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് വേണം ഒരാളോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലേ? അപ്പോൾ നമ്മളൊരു വെർബലി നമ്മൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനും കൂടെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ബോഡി ലാംഗ്വേജ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് കമ്മ്യൂണിക്കേഷൻ്റെ. അതുപോലെ തന്നെ അടുത്ത് നോക്കൂ, വോയിസ് ടോൺ, അല്ലേ? വോയിസ് ടോൺ എന്ന് പറയുമ്പോൾ എന്താ? വോയിസ് ടോൺ കൺസിസ്റ്റ്സ് ഓഫ് പിച്ച്, സ്പീഡ് ആൻഡ് വോളിയം ഓഫ് ദി വോയിസ് ഓഫ് ദി സ്പീക്കർ, അല്ലേ? ഒരു സ്പീക്കറിൻ്റെ പിച്ച് ആൻഡ് വോളിയം, അതേപോലെ തന്നെ സ്പീഡ്, ഇതൊക്കെയാണ് വോയിസ് ടോണിൽ വരുന്നത്. അപ്പം നമ്മൾ ഓരോ സിറ്റുവേഷൻസിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ വോയിസിൻ്റെ ടോൺസ് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കണം, അല്ലെ? സ്ട്രെസ് ചെയ്ത് പറയുന്ന അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ വളരെയധികം സ്ട്രെസ് ചെയ്ത് പറയുകയും അല്ലെങ്കിൽ അതിൽ കുറച്ച് വോയിസ് കൂട്ടിയിട്ട് പറയുകയും ഒക്കെ ചെയ്യുക, അല്ലെ? അല്ലെങ്കിൽ പൊളൈറ്റായിട്ട് സംസാരിക്കുന്ന ചില സിറ്റുവേഷൻസിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനനുസരിച്ച് നമ്മുടെ വോയിസ് ടോൺ ക്രമീകരിക്കണം. അപ്പം നമ്മുടെ സിറ്റുവേഷൻസിനനുസരിച്ച് നമ്മുടെ വോയിസിൻ്റെ ടോൺ എന്ത് ചെയ്യണം? ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കാൻ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഇടയിൽ സെല്ലർ ശ്രദ്ധിക്കണം. ഓക്കെ, അതുപോലെ തന്നെ നോക്കൂ, ബി എംപത്തറ്റിക്. സെല്ലർ എപ്പോഴും കസ്റ്റമറിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ച് വേണം കാര്യങ്ങൾ അവതരിപ്പിക്കാൻ. നമുക്കറിയാം, കസ്റ്റമറിന്റെ പ്രോബ്ലം എന്താണോ അത് ഐഡന്റിഫൈ ചെയ്ത് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുകയാണ് സെല്ലർ ചെയ്യുന്നത്. അപ്പോൾ സെല്ലർ എപ്പോഴും കൺസ്യൂമർ പെർസെപ്ഷൻ അതിന് വെരി ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതുപോലെ തന്നെ അടുത്തത് നോക്കൂ, ബി ആസ് ക്ലിയർ ആസ് പോസിബിൾ. എന്ത് കാര്യം പറയുകയാണെങ്കിലും അതിനൊരു ക്ലാരിറ്റി വേണം. അതായത് ചില ഭാഗങ്ങൾ പറയുന്നു, അതിൻ്റെ പകുതി ഭാഗം മിസ്സാവുന്നു, അല്ലെങ്കിൽ ചില ഭാഗങ്ങൾ നമ്മൾ ഒരു ക്ലിയർ ഇല്ലാതെ പറയാം. അപ്പോൾ അതെന്തായി മാറും? സെല്ലർക്കോ ബയ്യർക്കോ അവരെന്താണോ ഉദ്ദേശിച്ചത് അതിൻ്റെ എക്സാക്റ്റ് മീനിങ് കിട്ടാതെയാവും. അതുപോലെ തന്നെ റിസർച്ച് കോൺസ്റ്റന്റ്ലി. നമ്മളൊരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ, സംസാരിക്കുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് നന്നായിട്ട് പഠിക്കണം. ഇപ്പോൾ ഒരു സെല്ലർ ബയ്യറുമായിട്ട് സംസാരിക്കുമ്പോൾ അയാൾ നമ്മുടെ ക്ലയന്റിനെ കുറിച്ചിട്ടും കുറിച്ചിട്ടും മാർക്കറ്റിന്റെ ട്രെൻഡ്സിനെ കുറിച്ചിട്ടും അതേപോലെ തന്നെ ബയ്യർ ബിഹേവിയറിനെ കുറിച്ചിട്ടും ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസിനെ കുറിച്ചിട്ടൊക്കെ അയാൾക്ക് വളരെയധികം നല്ല ഒരു നോളജ് ഉണ്ടായിരിക്കണം. നോളജ് ഇല്ലാത്തൊരു കാര്യത്തിനെ കുറിച്ച് പറയുമ്പോൾ അയാളിൽ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ ഉണ്ടായിരിക്കും. ആ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ ഒരു കസ്റ്റമേഴ്സിന്റെ ഇടയിൽ ഒരു ട്രസ്റ്റ്, ഒരു വിശ്വാസം ഇല്ലാതെയാവും, അല്ലെ? അപ്പോൾ എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും നമ്മൾ ഒരാളോട് സംസാരിക്കാൻ പോകുമ്പോൾ അതിനെക്കുറിച്ച് നന്നായിട്ട് പഠിക്കണം, അല്ലെ? അറിയാത്ത കാര്യത്തിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ പോവരുത്. അതേപോലെ തന്നെ ഡു നോട്ട് ലൈ. നമ്മൾ സംസാരിക്കുന്നതിനിടയിൽ അല്ലെങ്കിൽ നമ്മൾ പ്രൊഡക്റ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ സർവീസസിനെ കുറിച്ചിട്ടോ കസ്റ്റമറുമായിട്ട് നമ്മൾ കോൺവെർസേഷനിൽ ഏർപ്പെടുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് നുണ പറയരുത്, അല്ലെ? അതിൻ്റെ ട്രൂത്ത്ഫുൾ ഇൻഫർമേഷൻസ് മാത്രം ആർക്ക് കൊടുക്കണം? ബയ്യർ സെല്ലർക്ക് കൊടുക്കണം. അതേപോലെ തന്നെ നോ ഹൗ ടു ഗ്രീറ്റ് ആൻഡ് ഹൗ ടു സേ ഗുഡ് ബൈ. നമ്മളെപ്പോഴും നമുക്കറിയാം, ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദി ബെസ്റ്റ് ഇംപ്രഷൻ, അല്ലെ? ഒരു കസ്റ്റമറിനെ ഒരു സെല്ലർ കാണാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ഫസ്റ്റ് അപ്രോച്ച് ചെയ്യാൻ പോകുമ്പോൾ അയാളെ എങ്ങനെ ഗ്രീറ്റ് ചെയ്യണം, അതേപോലെ തന്നെ നമ്മൾ ആ ഒരു സെയിൽസ് നടത്തി പോകുമ്പോൾ അയാൾക്ക് എങ്ങനെ ഗുഡ് ബൈ പറയണം, ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് അറിയണം, അല്ലെ? അതായത് കസ്റ്റമറിന്റെ മനസ്സിൽ തട്ടുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? അവരെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യണം, അല്ലെ? ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ അവർക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മൾ അവരെ ഗ്രീറ്റ് ചെയ്യുകയും അതേപോലെ തന്നെ ഗുഡ് ബൈ പറയുകയും ചെയ്യണം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് സെല്ലർ യൂസ് ചെയ്യുന്ന കുറച്ച്
എഫക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് ടെക്നിക്സുകൾ. ഓക്കെ, അപ്പോൾ ഇനി അടുത്തൊരു സ്കില്ലാണ് പ്രോബ്ലം സോൾവിങ് സ്കില്ല്. നമുക്കറിയാം, കസ്റ്റമറിനോട് ഒരു സെല്ലർ അയാളുടെ പ്രൊഡക്റ്റോ അയാളുടെ സർവീസസോ കൺവിൻസ് ചെയ്യാൻ പോകുമ്പോൾ ഒരിക്കലും നമ്മൾ സെല്ലറിൻ്റെ ആവശ്യം പോലെ കസ്റ്റമറിന് തോന്നരുത്. ഈ പ്രൊഡക്റ്റ് വിൽക്കുക അല്ലെങ്കിൽ ആ ഒരു സർവീസസ് വിൽക്കുക എന്നത് സെല്ലറിന് നേട്ടം ഉണ്ടാക്കുന്ന രീതിയിൽ സെല്ലർ പെരുമാറരുത്. എപ്പോഴും കസ്റ്റമറിൻ്റെ പ്രോബ്ലം എന്താണോ അതിനെ ഐഡൻറ്റിഫൈ ചെയ്ത് കസ്റ്റമറിന് ഒരു സൊല്യൂഷൻ കൊടുക്കുന്ന രീതിയിലായിരിക്കണം സെല്ലർ അയാളുടെ പ്രൊഡക്ട്സ് വിൽക്കേണ്ടത്. അതായത് കസ്റ്റമറിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ഒരു ഹെൽപ്പറായിട്ട് വേണം സെല്ലർ കസ്റ്റമറിനോട് ബിഹേവ് ചെയ്യേണ്ടത്. അപ്പം അതിനു വേണ്ടിയിട്ട് ഈ പ്രോബ്ലം സോൾവിങ് സ്കില്ലിന് വേണ്ടിയിട്ട് അയാൾ ചെയ്യേണ്ട കുറച്ച് ആക്ടിവിറ്റീസുകൾ നോക്കൂ. പ്രൊഡക്ട്സ് ആർ ഇൻവെന്റഡ് ടു സോൾവ് പ്രോബ്ലം. നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത് ആദ്യം നമുക്കറിയാം, മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് തുടങ്ങുന്നത് തന്നെ, മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ കസ്റ്റമറിൽ നിന്നാണ്. കസ്റ്റമറിന്റെ നീഡ്സ് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളൊരു പ്രൊഡക്റ്റോ സർവീസസോ അവിടെ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ അതാണ് പറയുന്നത് പ്രൊഡക്ട്സ് ആർ ഇൻവെന്റഡ് ടു സോൾവ് പ്രോബ്ലം. നമ്മളൊരു പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ നമ്മളൊരു സർവീസസ് കൊണ്ടുവരുന്നത് കസ്റ്റമേഴ്സിന്റെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ കഴിവുള്ളതായിരിക്കണം, അല്ലേ? അതായത് കസ്റ്റമറിന്റെ പ്രോബ്ലം എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്ത് ആ ഒരു പ്രോബ്ലത്തെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൊഡക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലത്തിന്റെ സൊല്യൂഷനെയാണ് നമ്മൾ പ്രൊഡക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ സർവീസസ് ആയിട്ടോ മാറ്റുന്നത്. ഇപ്പൊ ഇതിലൊരു എക്സാമ്പിൾ പറയുന്നു, റെഡി ടു ഈറ്റ് ഫുഡ് അല്ലെങ്കിൽ ബേബി സിറ്റിംഗ് സർവീസസ്. ഇതൊക്കെ ഒരു കസ്റ്റമേഴ്സ് നേരിടുന്ന പ്രോബ്ലംസ് ആണ്. ഈ പ്രോബ്ലംസിന് ഒരു സൊല്യൂഷൻ ആയിട്ടാണ് ബിസിനസ് സ്ഥാപനങ്ങൾ ഇത്തരത്തിലുള്ള സർവീസസ് കൊണ്ടുവരുന്നത്. അതായത് ഫുഡ് ഉണ്ടാക്കാൻ പ്രയാസം അനുഭവിക്കുന്ന ബാച്ചിലേഴ്സിനെ ഒന്നും കൂടി എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ത്, റെഡി ടു ഈറ്റ് ഫുഡ്. അല്ലെങ്കിൽ ഫുഡ് ഉണ്ടാക്കാൻ സമയമില്ലാത്ത ഹൗസ് വൈഫ്സിനൊക്കെ അവർക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് റെഡി ടു ഈറ്റ് ഫുഡ്. അല്ലെങ്കിൽ ബേബി സിറ്റിംഗ്, അല്ലെ, ഡേ കെയർ പോലെയുള്ള സംഭവങ്ങളൊക്കെ ഇതിനെന്താണ്, ബിസിനസ്സുകാർ അത് ക്രിയേറ്റീവായ വഴികളിലൂടെ ആ ഒരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ ആയിട്ട് കൊണ്ടുവരികയാണ്, അല്ലെ? അതായത് കസ്റ്റമർ അനുഭവിക്കുന്ന പ്രോബ്ലത്തെയാണ് അവർ ബിസിനസ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് പറയുന്നത്, നമ്മളെപ്പോഴും പ്രൊഡക്ട്സ് കസ്റ്റമറിന്റെ പ്രോബ്ലത്തിന്റെ ബേസിലായിരിക്കണം പ്രൊഡക്ട്സ് ആയിക്കോട്ടെ സർവീസസ് ആയിക്കോട്ടെ അത് ഇൻവെന്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നോക്കൂ, പീപ്പിൾ ഡു നോട്ട് ബൈ പ്രൊഡക്റ്റ്, ദേ ബൈ സൊല്യൂഷൻസ് ആൻഡ് കൺവീനിയൻസ്. ജനങ്ങൾ അല്ലെങ്കിൽ കസ്റ്റമർ പ്രൊഡക്റ്റ് അല്ല ബൈ ചെയ്യുന്നത്. അപ്പൊ നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിന്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ പ്രൊഡക്റ്റിന്റെ ഗുണം അല്ലെങ്കിൽ എന്താണ് ആ ഒരു പ്രൊഡക്റ്റ് വിൽക്കണം അങ്ങനെയല്ല ചെയ്യേണ്ടത്. കസ്റ്റമേഴ്സ് വാങ്ങുന്നത് അവരുടെ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷനാണ്. അവരുടെ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ കഴിയാത്ത പ്രൊഡക്ട്സും സർവീസസുകൾക്കൊന്നും അല്ലെങ്കിൽ അവരുടെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ കഴിവില്ലാത്ത പ്രൊഡക്ട്സും സർവീസസ് ഒന്നും അവർക്ക് ആവശ്യമില്ല. അപ്പോൾ പീപ്പിൾസ് അല്ലെങ്കിൽ ജനങ്ങൾ പ്രൊഡക്ട്സ് അല്ല വാങ്ങുന്നത്, അവരുടെ പ്രോബ്ലത്തിനുള്ള ഒരു സൊല്യൂഷനാണ് അവർ വാങ്ങുന്നത്. അപ്പോൾ സെല്ലർ എന്ത് ചെയ്യണം, ഒരു ബയ്യറിന്റെ യഥാർത്ഥത്തിലുള്ള പ്രോബ്ലം എന്താണോ അതിനനുസരിച്ചുള്ള പ്രൊഡക്ട്സ് ആണ് ബയ്യർക്ക് വിൽക്കേണ്ടത് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് വിൽക്കേണ്ടത്. നമ്മൾ വിൽക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും നമ്മൾ അവരുടെ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ അവർക്ക് ആവശ്യമില്ലാത്ത ഒരു പ്രൊഡക്റ്റ് അവർക്ക് വിൽക്കേണ്ട ആവശ്യം സെല്ലർക്കില്ല, അല്ലെ? അല്ലെങ്കിൽ അത് വാങ്ങേണ്ട ആവശ്യം കസ്റ്റമറിനും ഇല്ല. അതുകൊണ്ടാണ് പറയുന്നത് കസ്റ്റമേഴ്സ് സൊല്യൂഷൻസ് ആണ് വാങ്ങുന്നത്, ഒരിക്കലും പ്രൊഡക്ട്സ് അല്ല വാങ്ങുന്നത്. അവരുടെ പ്രശ്നത്തിന് പരിഹാരമായിട്ടുള്ള സൊല്യൂഷൻസ് ആണ് അവർ പ്രൊഡക്റ്റിന്റെ രൂപത്തിൽ അല്ലെങ്കിൽ സർവീസസിന്റെ രൂപത്തിലൊക്കെ വാങ്ങുന്നത്. അതുപോലെ തന്നെ അടുത്തത് നോക്കൂ, ഇതാണ് മെയിൻ ആയിട്ടും നമ്മൾ ഫേസ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രോബ്ലം സോൾവിങ് സ്കില്ല് നേടാൻ വേണ്ടിയിട്ട് ഒരു സെല്ലർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അതുപോലെ തന്നെ എഫക്റ്റീവ് ആയിട്ട് ഒരു പ്രോബ്ലം സോൾവിങ് എങ്ങനെ നടത്താം. ആദ്യം നോക്കൂ, ഫൈൻഡ് ഔട്ട് ദി പ്രോബ്ലം, അല്ലേ? കസ്റ്റമേഴ്സിന്റെ പ്രോബ്ലം എന്താണെന്ന് വളരെ കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ അവരുമായിട്ട് കമ്മ്യൂണിക്കേഷനിൽ ഏർപ്പെടുകയും അവരുടെ യഥാർത്ഥത്തിലുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുകയും അതിനനുസരിച്ചുള്ള പ്രൊഡക്ട്സും സർവീസസുകൾ അവരിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും അതുപോലെ തന്നെ
അവരോട് കറക്റ്റായിട്ട് അവരോട് നല്ല രീതിയിലുള്ള ഒരു കോൺവെർസേഷനിൽ ഏർപ്പെട്ട് അവരുടെ യഥാർത്ഥത്തിലുള്ള പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷൻ ആണ് തൻ്റെ കയ്യിലുള്ള പ്രൊഡക്ട്സോ അല്ലെങ്കിൽ സർവീസസ് എന്ന് അവരെ കൺവിൻസ് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നതിലാണ് ഒരു കസ്റ്റമർ വിജയിക്കുക. അതുപോലെ തന്നെ നോക്കൂ, പുട്ട് യുവർ സെൽഫ് ഇൻ ദയർ ഷൂസ്, അല്ലെ? അതായത് സെല്ലറ് കസ്റ്റമറിന്റെ പ്രോബ്ലം തിരിച്ചറിയണം എന്നുണ്ടെങ്കിൽ കസ്റ്റമറിന്റെ കാഴ്ചപ്പാടിൽ നിന്ന് ചിന്തിക്കണം, അല്ലെ? അതായത് നമ്മൾ നമ്മുടെ ഷൂവിൽ നിന്ന് ഇറങ്ങി അവരുടെ ഷൂവിലേക്ക് കയറണം. അതായത് അവരുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ചിന്തിക്കണം, എന്താണ് അവരുടെ പ്രോബ്ലം, അല്ലെ? നമ്മുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് അതിന്റെ എക്സാക്ട് മീനിങ് കിട്ടില്ല. നമ്മുടെ ആവശ്യം എന്താണ്? നമ്മുടെ കയ്യിലുള്ള പ്രൊഡക്റ്റ് എങ്ങനെയെങ്കിലും വിൽക്കണം എന്നാണ്. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞു, ബയ്യർക്ക് അല്ലെങ്കിൽ കസ്റ്റമറിന് വേണ്ടത് ഒരിക്കലും പ്രൊഡക്റ്റ് അല്ല, അവർക്ക് വേണ്ടത് അവരുടെ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ ആണ്. അപ്പൊ നമ്മൾ അവരുടെ പ്രശ്നം എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചുകൊണ്ട് അവർക്ക് നമ്മുടെ പ്രൊഡക്ട്സോ അല്ലെങ്കിൽ സർവീസസോ എത്രത്തോളം എഫക്റ്റീവ് ആവും എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതുപോലെ തന്നെ നോക്കൂ, ഫോക്കസ് ഓൺ ബെനഫിറ്റ് റാദർ ദാൻ ഫീച്ചേഴ്സ്. നമ്മളൊരു പ്രൊഡക്റ്റിന്റെ ഫീച്ചേഴ്സിനല്ല ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, അതുകൊണ്ട് കസ്റ്റമറിന് എത്രത്തോളം ബെനഫിറ്റ് ഉണ്ടാകും, അവരുടെ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ ആ ഒരു പ്രൊഡക്ട്സിനെ നികത്താനാവുമോ അല്ലെങ്കിൽ ആ ഒരു സൊല്യൂഷൻ കൊണ്ടുവരാൻ ആ ഒരു പ്രൊഡക്റ്റിന് ആവുമോ എന്നാണ് സെല്ലർ ചിന്തിക്കേണ്ടത്. അപ്പോൾ കസ്റ്റമറിന് ബെനഫിറ്റഡ് ആവുന്ന പ്രൊഡക്ട്സുകൾ മാത്രമേ അവർക്ക് വിൽക്കേണ്ട കാര്യമുള്ളൂ. അതുപോലെ തന്നെ നോക്കൂ, സ്റ്റോപ്പ് സെല്ലിങ്. അതായത് ഒരിക്കലും ഒരു സെല്ലർ അയാൾക്ക് വിൽപ്പന കൂട്ടണം എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് സെയിൽസ് ചെയ്യരുത്. അവരെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കസ്റ്റമറിന് യൂസ്ഫുൾ ആവുന്ന പ്രൊഡക്റ്റ് അവരിലേക്ക് എത്തിച്ചു കൊടുക്കുക, അല്ലെ? സെല്ലിംഗ് അല്ല അവിടെ ചെയ്യേണ്ടത്, ആ സൊല്യൂഷൻ ആണ് കൊടുക്കുന്നത്, അല്ലെ? അതുകൊണ്ടാണ് പറയുന്നത് സ്റ്റോപ്പ് സെല്ലിംഗ് നിർത്തുക, പകരം എന്തു കൊടുക്കുക? സൊല്യൂഷൻസ് കൊടുക്കുക. അവിടെയാണ് ഒരു സെല്ലർ വിജയിക്കുന്നത്, അല്ലെ? കസ്റ്റമർക്ക് ഒരു ട്രസ്റ്റ് ഉണ്ടാവണം, തൻ്റെ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യുന്നത് ഈ ഒരു സെയിൽസ് പേഴ്സൺ ആണ്, അല്ലെങ്കിൽ ഈ ഒരു സെയിൽസ് പേഴ്സന്റെ കയ്യിലുള്ള പ്രൊഡക്റ്റ് ആണ്, അല്ലെങ്കിൽ സർവീസസ് ആണ്, അല്ലെ? അതുകൊണ്ടാണ് സ്റ്റോപ്പ് സെല്ലിംഗ് എന്ന് പറയുന്നത്. ഗീവ് സൊല്യൂഷൻസ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രോബ്ലം സോൾവിങ് സ്കില്ലിന് പ്രോബ്ലം സോൾവിങ് സ്കിൽ അച്ചീവ് ചെയ്യാൻ അല്ലെങ്കിൽ എഫക്റ്റീവായ രീതിയിൽ ഇത് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെല്ലർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണിത്. അപ്പോൾ ഒരു സെല്ലർക്ക് നിർബന്ധമായിട്ടും ഉണ്ടാവേണ്ട ഒരു സ്കില്ലാണെന്ത്? പ്രോബ്ലം സോൾവിങ് സ്കില്ല്. എപ്പോഴും കസ്റ്റമറിന്റെ ഭാഗം ഐഡന്റിഫൈ ചെയ്തുകൊണ്ടും അവരുടെ നീഡിനെയും വാൺസിനെയും സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ടുമാണ് സെല്ലർ മുന്നോട്ട് പോകേണ്ടത്. അടുത്തൊരു സ്കില്ലാണ് പെർസ്വാഡിങ് സ്കില്ല്, അല്ലെ? അതായത് കൺവിൻസ് ചെയ്യിപ്പിക്കാനുള്ള സ്കില്ല്. സെല്ലർക്ക് അത്യാവശ്യം വേണ്ട വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്കില്ലാണ് തൻ്റെ കസ്റ്റമറിനെ ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നതിലേക്ക് അനുനയിപ്പിക്കാനുള്ള കഴിവ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അതിന് വേണ്ടിയിട്ട് അയാൾ ചെയ്യുന്നത്? അതായത് കൺവിൻസിങ് സ്കില്ല് അയാൾക്ക് ഉണ്ടാവാൻ എന്തൊക്കെ കാര്യങ്ങളിലാണ് അയാൾ ഫോക്കസ് ചെയ്യേണ്ടത്? കുറച്ച് ആസ്പെക്ട്സുകൾ ഉണ്ട്, നോക്കൂ ഇവിടെ. ഡെമോൺസ്ട്രേറ്റ് യുവർ അണ്ടർസ്റ്റാൻഡിങ്. അതായത് എന്താണ് കസ്റ്റമറിന്റെ പ്രോബ്ലം, ആ ഒരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ ആണ് തൻ്റെ കയ്യിലുള്ള പ്രൊഡക്ട്സ് അല്ലെങ്കിൽ സർവീസസ് എന്ന് പറഞ്ഞ് അവരെ കൺവിൻസ് ചെയ്യിപ്പിക്കാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. അപ്പോൾ അതിന് നമ്മുടെ കയ്യിലുള്ള പ്രൊഡക്ട്സ് അതിനുള്ള ഒരു സൊല്യൂഷൻ ആണ് എന്ന് അവരെ കൺവിൻസ് ചെയ്യിപ്പിക്കണം, അല്ലെ? അപ്പോൾ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് കസ്റ്റമറിന്റെ നീഡ്സ് എന്താണ്, കസ്റ്റമറിന്റെ വാണ്ട്സ് എന്താണ്, അല്ലെ? അപ്പോൾ നമ്മളെപ്പോഴും കസ്റ്റമറിന്റെ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷനിലേക്കാണ് കൂടുതൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, അല്ലെ? അതായത് എന്താണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്, കസ്റ്റമറിന്റെ പ്രോബ്ലം എന്താണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് എന്ന് നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യണം. കാരണം കസ്റ്റമറിന്റെ പ്രോബ്ലം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ, യഥാർത്ഥത്തിലുള്ള പ്രോബ്ലം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ അതിനുള്ളൊരു സൊല്യൂഷൻ നമ്മുടെ കയ്യിൽ ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, അപ്പൊ അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ആണ് തൻ്റെ കയ്യിലുള്ളത് എന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നോക്കൂ, അടുത്തത് ജനറേറ്റ് എ ഫ്രണ്ട്ലി. നമ്മൾ കസ്റ്റമറോട് മിങ്കിൾ ചെയ്യുമ്പോൾ വളരെയധികം പൊളൈറ്റ് ആയിട്ടും അവരെ റെസ്പെക്ട് ചെയ്തുകൊണ്ടും അവരുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പിലായിട്ടും വേണം, അല്ലെങ്കിൽ കസ്റ്റമറിന്റെ നീഡ്സും വാൺസും എന്താണെന്ന് വളരെ പൊളൈറ്റ് ആയിട്ട് വളരെ ഫ്രണ്ട്ലി ആയ രീതിയിൽ അവരോട് ചോദിച്ച് മനസ്സിലാക്കി
അതിനുള്ള ഒരു സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ നമ്മുടെ പ്രൊഡക്ട്സിനെ അവതരിപ്പിക്കുമ്പോഴാണ് അവർ കൺവിൻസ് ആവുന്നത്, അല്ലേ? അതുപോലെ തന്നെ പ്രൊവൈഡ് എവിഡൻസ്, നമ്മൾ പ്രൂഫ് കൊടുക്കണം. നമ്മുടെ കയ്യിലുള്ള പ്രൊഡക്റ്റും നമ്മുടെ കയ്യിലുള്ള സർവീസസും കസ്റ്റമറിന്റെ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ ആണ് എന്നുള്ളതിന്റെ തെളിവ് കൊടുക്കണം. അപ്പൊ നമ്മൾ അത് എന്ത് ചെയ്യണം? അത് അതിന്റെ ഡെമോൺസ്ട്രേഷനിലൂടെയും അതിന്റെ പ്രസന്റേഷനിലൂടെയും കസ്റ്റമറിന്റെ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ ആണ് എന്ന് അവർക്ക് നേരിട്ട് അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം. ഡയറക്റ്റ് ആയിട്ട് ആ ഒരു പ്രൊഡക്റ്റിനെ അടുത്തറിയാനുള്ള സാഹചര്യങ്ങൾ സെല്ലർ ഉണ്ടാക്കി കൊടുക്കണം. അതുപോലെ തന്നെ ഡെമോൺസ്ട്രേറ്റ് യുവർ എക്സ്പെർട്ടൈസ്. നമുക്കറിയുന്ന അല്ലെങ്കിൽ കസ്റ്റമറിന്റെ യഥാർത്ഥത്തിലുള്ള പ്രോബ്ലത്തെ കുറിച്ച് വളരെയധികം അറിവുള്ള ഒരാളാണ് സെല്ലർ എന്ന് കസ്റ്റമറിനെ കൊണ്ട് അല്ലെങ്കിൽ കസ്റ്റമറിന് തോന്നുന്ന രീതിയിലായിരിക്കണം സെല്ലർ പെരുമാറേണ്ടത്. അതിനെന്ത് വേണം? സെല്ലർക്ക് അയാളുടെ ഒരു കഴിവ് കസ്റ്റമറിന് മുന്നിൽ അവതരിപ്പിക്കണമെങ്കിൽ സെല്ലർക്ക് അയാൾക്ക് അറിയാവുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് കസ്റ്റമറിനോട് പറഞ്ഞു കൊടുക്കുക, അല്ലെ? അപ്പൊ കസ്റ്റമർ എന്ത് വിചാരിക്കും? ഇയാൾക്ക് ഇന്ന ഫീൽഡിൽ നല്ല അറിവുണ്ട്, അപ്പൊ ഇയാളെ വിശ്വസിക്കാം, അല്ലെ? അപ്പൊ ഇയാൾ പറയുന്നതിൽ എന്തോ കാര്യമുണ്ട്, അങ്ങനെ ഒരു മെന്റാലിറ്റി വരും. ഓക്കെ, അപ്പോൾ ഡെമോൺസ്ട്രേറ്റ് യുവർ എക്സ്പെർട്ടൈസ്. നമ്മുടെ കഴിവുകൾ, സെല്ലറുടെ കഴിവുകൾ കസ്റ്റമറിന്റെ മുന്നിൽ അവതരിപ്പിക്കണം. മറ്റു കോമ്പറ്റേറ്റീവ്സിൽ നിന്നൊക്കെ എഫക്റ്റീവ് ആയിട്ട് അല്ലെങ്കിൽ വളരെ അധികം നല്ലൊരു നോളജ് തനിക്ക് ഈ ഒരു കാര്യത്തിലുണ്ട്, അല്ലെങ്കിൽ കസ്റ്റമറിന്റെ പ്രോബ്ലവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സെല്ലർക്ക് വളരെയധികം നോളജ് ഉണ്ട്. അതായത് ഡെമോൺസ്ട്രേറ്റ് യുവർ എക്സ്പെർട്ടൈസ്, അല്ലെ? അതായത് സെല്ലർ എന്ത് ചെയ്യണം? അയാളുടെ നോളജ് എക്സ്പ്രസ് ചെയ്യണം. അതായത് കസ്റ്റമറിന് ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അയാളുടെ പ്രോബ്ലത്തിൽ വളരെയധികം ഒരു നോളജ് ഉണ്ട്. എന്താണ് കസ്റ്റമറിന്റെ പ്രോബ്ലം, ആ ഒരു പ്രോബ്ലത്തെ കുറിച്ച് എല്ലാ രീതിയിലും നല്ല രീതിയിൽ ഒരു കാഴ്ചപ്പാടുള്ള ഒരാളാണ് എന്ന് കസ്റ്റമറിന് തോന്നണം. അങ്ങനെയാകുമ്പോൾ കസ്റ്റമറിന് വളരെയധികം ഈസി ആയിട്ട് സെല്ലറിന്റെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കും, അല്ലെ? തന്റെ പ്രശ്നം എന്താണോ അതിനെ സോൾവ് ചെയ്യാനുള്ള കഴിവും അതേപോലെ തന്നെ അതിനെക്കുറിച്ച് എല്ലാ രീതിയിലുള്ള ഇൻഫർമേഷനും സെല്ലറിന്റെ കയ്യിൽ ഉണ്ടാകുമ്പോൾ, അയാൾ അത് എക്സ്പ്രസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ മറ്റു കോമ്പറ്റേറ്റീവ്സ് ആയിട്ടുള്ള കമ്പനികളെക്കാളും തന്റെ കയ്യിൽ അതിനുള്ള ഒരു സൊല്യൂഷൻ ഉണ്ട് എന്ന് കസ്റ്റമറിന്റെ മുന്നിൽ ബോധ്യപ്പെടുത്താൻ സെല്ലറിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൂടെ അയാൾക്ക് ഈസി ആയിട്ട് ആ ഒരു കസ്റ്റമറിന്റെ സെയിൽസ് പിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഡെമോൺസ്ട്രേറ്റ് യുവർ എക്സ്പെർട്ടൈസ്. ഓക്കെ, ഇനി അടുത്തൊരു സ്കില്ലാണ് ഇന്റർപേഴ്സണൽ സ്കിൽസ്. ഒരു സെല്ലർക്ക് നമുക്കറിയാം ഒരുപാട് കസ്റ്റമറുമായിട്ട് നിരന്തരം ഇടപഴകുന്ന ഒരു വ്യക്തിയാണ് ആര്? പേഴ്സണൽ സെല്ലിംഗ് അല്ലെങ്കിൽ പേഴ്സണൽ സെല്ലർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇന്റർപേഴ്സണൽ സ്കില്ല് എന്ന് പറയുന്നത് വളരെയധികം അത്യാവശ്യമുള്ള ഒരു സ്കില്ലാണ്. എങ്ങനെയൊക്കെയാണ് ഒരു ഇന്റർപേഴ്സണൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്തെടുക്കുക? അതിന് അയാൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്? കേർട്ടസി, അല്ലെ? ഒരു കടപ്പാട് വേണം. അതേപോലെ തന്നെ റെസ്പെക്ട് ഫോർ അതേഴ്സ്, മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. അതുപോലെ തന്നെ അതേഴ്സ് പെർസ്പെക്റ്റീവ്, അതായത് എബിലിറ്റി ടു സീ തിങ്സ് ഫ്രം അതേഴ്സ് പെർസ്പെക്റ്റീവ്, മറ്റുള്ളവരുടെ വീക്ഷണകോണിൽ നിന്ന് കാണാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. എന്താണ് മറ്റുള്ളവരുടെ പ്രശ്നം, അത് തൻ്റെ കൂടെ പ്രശ്നമാവുന്ന രീതിയിൽ അല്ലെങ്കിൽ തൻ്റെ പ്രശ്നമായി കാണാനുള്ള ഒരു കഴിവ് ആർക്ക് ഉണ്ടായിരിക്കണം? സെല്ലർക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് വേരിയസ് കമ്മ്യൂണിക്കേഷൻ സ്റ്റൈലുകൾ, അല്ലെ? അതായത് പല ടൈപ്സ് ഓഫ് കസ്റ്റമറിനെ മീറ്റ് ചെയ്യണം, പല ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ സ്റ്റൈലുകൾ അയാൾ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പൊ അതിനനുസരിച്ച് വേരിയസ് കമ്മ്യൂണിക്കേഷൻ സ്റ്റൈലുകളെ കുറിച്ച് ആർക്കൊരു ബോധമുണ്ടായിരിക്കണം? സെല്ലർക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വരുമ്പോഴാണ് അയാളുടെ ഇന്റർപേഴ്സണൽ സ്കില്ലിനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ അയാൾക്ക് കഴിയുകയുള്ളൂ. ഓക്കെ, അടുത്തൊരു സ്കില്ലാണ് ഓർഗനൈസേഷണൽ സ്കിൽ. അതായത് ഒരു ഓർഗനൈസേഷന്റെ ടാസ്കും അതുപോലെ തന്നെ മറ്റ് ആക്ടിവിറ്റീസും ഒക്കെ ഒരുമിച്ച് കൊണ്ടുപോയി മാനേജ് ചെയ്യാനുള്ള ഒരു കഴിവ് ആർക്കുണ്ടായിരിക്കണം? സെല്ലർക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ എങ്ങനെയൊക്കെയാണ് ആ ഒരു ഓർഗനൈസേഷണൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഓർഗനൈസേഷണൽ സ്കിൽസ് മാനേജ് ചെയ്യാൻ അയാൾ യൂസ് ചെയ്യേണ്ട കുറച്ച് ടെക്നിക്സുകൾ എന്തൊക്കെയാണ്? അതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇവിടെ ഒന്നാമത്തെ നോക്കൂ, റെഡ്യൂസ് അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്ക്. സെല്ലർക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്ക് ഉണ്ടാവും, അതേപോലെ തന്നെ അവരുടെ സെല്ലിംഗ് ആക്ടിവിറ്റീസും ഉണ്ടായിരിക്കും. അപ്പോൾ
ഒരിക്കലും സെല്ലർ എന്ത് ചെയ്യാൻ പാടില്ല, സെല്ലിംഗ് ആക്ടിവിറ്റീസിനാണ് അയാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അതായത് സെല്ലിംഗ് ആക്ടിവിറ്റീസ് മാറ്റി വെച്ചിട്ട് അയാൾ മറ്റ് വർക്കുകളും കൂടി ഏറ്റെടുക്കുമ്പോൾ അയാൾ ഭയങ്കര എന്താവും, ഫ്രസ്ട്രേറ്റഡ് ആവും അല്ലെ. അപ്പോൾ അയാളുടെ സെല്ലിംഗ് ആക്ടിവിറ്റിയിൽ അവർക്ക് കൂടുതൽ ഇൻവോൾവ് ചെയ്യാൻ പറ്റൂല. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്കുകൾ കുറക്കുകയും പകരം സെയിൽസ് ആക്ടിവിറ്റീസുകൾ കൂടുതൽ ചെയ്യുകയും ചെയ്യാം. ഓക്കെ, അതേപോലെ തന്നെ നോക്കൂ, ടു ഡു ലിസ്റ്റ്. രണ്ടാമത്തെ ഒരു ടെക്നിക്കാണ് ടു ഡു ലിസ്റ്റ്. അതായത് ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ച് ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഓരോ വർക്കിംഗ് ഡേയിലും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ, ഒരു ടൈം ടേബിൾ ആരുണ്ടാക്കണം, സെല്ലർ ഉണ്ടാക്കണം. അപ്പൊ അവർക്ക് ഒന്നും കൂടി ഈസി ആയിട്ട് ഒരു ടൈം ലൈനിൽ ആ ഒരു ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ അയാൾക്ക് കഴിയും അല്ലെ. അയാളുടെ വർക്കുകൾ ഓരോ ടൈം പീരീഡിനുള്ളിൽ അയാൾക്ക് അത് ചെയ്തു തീർക്കാൻ കഴിയും. അതുപോലെ തന്നെ യൂസ് ചെയ്യ കോണ്ടാക്ട് മാനേജ്മെന്റ് സിസ്റ്റം സോഫ്റ്റ്വെയറുകളൊക്കെ യൂസ് ചെയ്യുക അല്ലെ. അതായത് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ സിസ്റ്റം യൂസ് ചെയ്യുക. അപ്പൊ അങ്ങനെ നമ്മൾ അത്തരം സോഫ്റ്റ്വെയറുകൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കസ്റ്റമറുമായിട്ടുള്ള കോണ്ടാക്ട് ചെയ്യുമ്പോഴും അവർക്ക് മെയിൽ അയക്കുക അല്ലെങ്കിൽ അവർക്ക് മെസ്സേജുകൾ സെൻഡ് ചെയ്യുക, ഇതൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ കഴിയും. അതേപോലെ തന്നെ ഒരു ക്രിയേറ്റ് ഓൺ കണ്ടന്റ്, അതായത് ഇപ്പൊ നമ്മൾ എക്സൽ ഷീറ്റ്, മൈക്രോസോഫ്റ്റ് ആക്സസ് ഇങ്ങനെയുള്ള സോഫ്റ്റ്വെയറുകളുടെ സഹായത്തോട് കൂടിയിട്ട് സ്വന്തമായിട്ട് നമ്മുടെ ആക്ടിവിറ്റീസുകൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ച് ഈ ഒരു സിസ്റ്റം വഴി നമുക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ സോഫ്റ്റ്വെയറുകളുടെ സഹായത്തോട് കൂടിയിട്ട് നമുക്ക് ഓർഗനൈസേഷന്റെ വർക്കുകൾ എഫക്റ്റീവായിട്ടും പെട്ടെന്ന് അല്ലെങ്കിൽ അത് കറക്റ്റ് ടൈം ഷെഡ്യൂളിനുള്ളിൽ ആ ഒരു വർക്ക് ചെയ്ത് തീർക്കാനും കഴിയും. അതുപോലെ തന്നെ സ്റ്റോപ്പ് പ്രോക്രാസ്റ്റിനേറ്റിംഗ് അല്ലെ. അതായത് ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ നീട്ടി വെക്കരുത്. ഇന്ന് എന്താണോ നമ്മൾ ചെയ്യാൻ വിചാരിക്കുന്നത് ആ ഒരു കാര്യം ഇന്ന് തന്നെ ചെയ്ത് തീർക്കാൻ നോക്കുക. അതുപോലെ തന്നെ ക്രിയേറ്റ് എ സെയിൽസ് പിരമിഡ്. നമ്മളൊരു പിരമിഡ് രൂപേണ നമ്മുടെ കസ്റ്റമറിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുക. അതായത് ഓരോ കസ്റ്റമറും ഇപ്പോൾ ഏത് ലെവലിലാണ് നിൽക്കുന്നത്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് എത്ര കസ്റ്റമറിനെ നമ്മൾ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഫോൺ കോൾ വഴി നമ്മുടെ പ്രൊഡക്ട്സിനെ കുറിച്ച് വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട്, അത് എത്ര കസ്റ്റമേഴ്സ് ഉണ്ട് അങ്ങനെ, അല്ലെങ്കിൽ ഇനീഷ്യൽ കോണ്ടാക്ട് ചെയ്ത കസ്റ്റമേഴ്സ് ആരൊക്കെയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ നെഗോഷിയേഷനിൽ വെച്ച കസ്റ്റമേഴ്സ് എത്ര ഉണ്ട്. അങ്ങനെ നമ്മൾ എന്താണ് ഓരോ കസ്റ്റമറിന്റെയും ലെവൽ എവിടെ കിടക്കുന്നു, അല്ലെ ഇനി എത്രാമത്തെ സ്റ്റേജിലാണ് ഓരോ കസ്റ്റമറും നിൽക്കുന്നത്, അതിനെക്കുറിച്ച് നമുക്കൊരു കറക്റ്റ് ഷെഡ്യൂൾ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള സെയിൽസ് പിരമിഡുകൾ തയ്യാറാക്കാം. അതുപോലെ തന്നെ അടുത്ത ഒരു ടാസ്ക് ആണ്, അല്ലെങ്കിൽ അടുത്ത് അയാൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് മൾട്ടി ടാസ്കുകൾ ഒഴിവാക്കുക. മൾട്ടി ടാസ്ക് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു സെല്ലറിന്റെ ഒരു കഴിവാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും അയാൾക്ക് ഒന്നിലധികം ഒരുപാട് ടാസ്കുകൾ ചെയ്യുമ്പോൾ എറേഴ്സ് വരാൻ ചാൻസ് ഉണ്ട് അല്ലെ. അതായത് നമ്പർ ഓഫ് വർക്ക് കൂടുന്നുണ്ടെങ്കിലും അതിന്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് കുറവായിരിക്കും അല്ലെ. അതായത് വർക്കുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് വർക്കിന്റെ ക്വാളിറ്റി കുറയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മൾട്ടി ടാസ്കിങ് ഒഴിവാക്കാൻ നോക്കുക. അതുപോലെ തന്നെ ഇത്രയും കാര്യങ്ങളാണ് ഒരു ഓർഗനൈസേഷണൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ സെല്ലർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്കുകൾ റെഡ്യൂസ് ചെയ്യുകയും പകരം സെയിൽസ് ആക്ടിവിറ്റീസുകൾ കൂടുതൽ ചെയ്യുന്നു. അതേപോലെ തന്നെ ടു ഡു ലിസ്റ്റ്, ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചൊരു ടൈം ലൈൻ ഉണ്ടാക്കുന്നു. പിന്നെ മാനേജ്മെന്റ് സിസ്റ്റം സോഫ്റ്റ്വെയറുകൾ യൂസ് ചെയ്യുക. സ്റ്റോപ്പ് പ്രോക്രാസ്റ്റിനേറ്റിംഗ് അല്ലെ, അതായത് നമ്മൾ ഒരിക്കലും നീട്ടി വെക്കരുത്. അതുപോലെ തന്നെ സെയിൽസ് പിരമിഡുകൾ ഉണ്ടാക്കുന്നു. അവോയ്ഡ് മൾട്ടി ടാസ്ക്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഒരു ഓർഗനൈസേഷണൽ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ ഒരു സെല്ലർക്ക് വേണ്ടത്. അതേപോലെ തന്നെ അടുത്തൊരു സ്കില്ലാണ് കസ്റ്റമർ സർവീസ് സ്കില്ല്. നമുക്കറിയാം സെല്ലർ എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റ് വിൽക്കുക എന്നുള്ളതിനോടൊപ്പം തന്നെ കസ്റ്റമറിന്റെ ആഫ്റ്റർ സെയിൽസ് സർവീസസുകളൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ട് അവരോട് ഒരു ലോങ് ടേം റിലേഷൻഷിപ്പിൽ ഏർപ്പെടുകയും വേണം അല്ലെ. അവരുമായിട്ട് നിരന്തരം കോണ്ടാക്ട്സിൽ ഏർപ്പെടുകയും റിപ്പീറ്റഡ് സെയിൽസിനായി അവരെ പ്രചോദിപ്പിക്കുകയും ചെയ്യണം. അവിടെയാണ് നമുക്ക് ഒരു സെയിൽസ് അതായത് ഒരു സെയിൽസ് ക്ലോസ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി സെല്ലറിന്റെ വർക്ക് തീരുന്നില്ല അല്ലെ. ഫോളോ അപ്പ് എന്നുള്ള ഒരു പ്രൊസീജിയറും കൂടി ഉണ്ട് അല്ലെ. കസ്റ്റമറിനെ നിരന്തരം വിളിക്കുക, അവർക്ക് എന്തെങ്കിലും കംപ്ലൈന്റുകൾ ഉണ്ടോ, അവർ ഹാപ്പി ആണോ, അല്ലെങ്കിൽ അവരുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പിൽ ഏർപ്പെടുക.
അപ്പൊ ഇത്തരത്തിലുള്ള ഒരു സ്കില്ല് അല്ലെങ്കിൽ ഇവരെ മെയിൻറ്റെയിൻ ചെയ്യാൻ ആഫ്റ്റർ സെയിൽസ് സർവീസസ് ഒക്കെ കൊടുത്തുകൊണ്ട് കസ്റ്റമർ സർവീസ് കസ്റ്റമറിന് ആവശ്യമുള്ള സർവീസസുകൾ പ്രൊവൈഡ് ചെയ്യാൻ സെല്ലർക്ക് ഒരു കഴിവുണ്ടായിരിക്കണം. അത് ഡെവലപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അയാൾ ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ അത് ഡെവലപ്പ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് ടിപ്സുകൾ എന്തൊക്കെയാണ്? അതിൽ ഒന്നാമത്തതാണ് റെക്കഗ്നൈസ് ദി പവർ ഓഫ് വേർഡ് ഓഫ് മൗത്ത്. നമ്മൾ തിരിച്ചറിയണം നമ്മുടെ മൗത്ത് പബ്ലിസിറ്റി അല്ലെ. ഒരു സെല്ലർക്ക് മൗത്ത് പബ്ലിസിറ്റി എന്ന് പറയുന്നത് ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള സെയിൽസ് നടത്താനുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടൂളാണ്. അഡ്വർടൈസ്മെന്റിനേക്കാളും എഫക്റ്റീവ്നെസ് ഈ ഒരു മൗത്ത് പബ്ലിസിറ്റിക്ക് ഉണ്ട് അല്ലെ. സെല്ലർ കസ്റ്റമറിന്റെ സർവീസസിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയുമ്പോഴും അതേപോലെ തന്നെ എക്സിസ്റ്റിംഗ് കസ്റ്റമർ റിപ്പീറ്റഡ് ആയിട്ട് സെയിൽസ് ചെയ്യുമ്പോഴും എന്താണ് ഈ ഒരു വേർഡ് ഓഫ് മൗത്ത്, പോസിറ്റീവ് വേർഡ് ഓഫ് മൗത്ത് സ്പ്രെഡ് ആവുന്നത് അല്ലെ. അതായത് സെല്ലറിന്റെ സർവീസസിനെ കുറിച്ച് ആ ഒരു പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും ആ സെല്ലറിന്റെ സർവീസസിൽ കസ്റ്റമർ അല്ലെങ്കിൽ കസ്റ്റമറിന് മതിപ്പുണ്ടായാൽ അവരെന്ത് ചെയ്യും, മറ്റുള്ളവരിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ എത്തിച്ചു കൊടുക്കും. ആ ഒരു സെല്ലറിനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ ആ ഒരു കമ്പനിയുടെ സർവീസസിനെ കുറിച്ചിട്ട് എത്തിച്ചു കൊടുക്കുന്നു, മറ്റു കസ്റ്റമറിലേക്കോ അല്ലെങ്കിൽ മറ്റു കൊളീഗ്സ് ആൻഡ് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിലൊക്കെ എത്തിച്ചു കൊടുക്കുന്നു അല്ലെ. അങ്ങനെയാണ് എന്തുണ്ടാവുന്നത്, മൗത്ത് പബ്ലിസിറ്റി ഉണ്ടാവുന്നത്. അപ്പൊ മൗത്ത് പബ്ലിസിറ്റിയുടെ ഒരു ഇമ്പാക്ട് സെല്ലർ അറിയണം അല്ലെ. അതിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് അറിയുമ്പോഴാണ് സെല്ലർ അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ പുട്ട് യുവർ സെൽഫ് ഇൻ ദെയർ ഷൂസ് അല്ലെ. നമ്മളെപ്പോഴും ബയർ എപ്പോഴും നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, കസ്റ്റമറിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കണം അല്ലെ. അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചോ എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. അതിന് അവരെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കോണ്ടാക്ട് ചെയ്യണം അല്ലെ. അവരുടെ പ്രോബ്ലംസിനൊക്കെ ഉള്ള സൊല്യൂഷൻ നമ്മുടെ പ്രൊഡക്ട്സിനെ കൊണ്ടും അല്ലെങ്കിൽ നമ്മുടെ സർവീസസിനെ കൊണ്ടും കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ കമ്മ്യൂണിക്കേറ്റ് അല്ലെ. അവരോട് കസ്റ്റമറുമായിട്ട് നമ്മൾ നിരന്തരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതിപ്പോ ബാഡ് ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്ന് ഒരു ബാഡ് മെസ്സേജ് അല്ലെങ്കിൽ ബാഡ് ആയിട്ടുള്ള ഒരു കാര്യം കേൾക്കാനാണെങ്കിൽ പോലും ഗുഡ് ആയിട്ടുള്ള ഒരു കാര്യം കേൾക്കാനാണെങ്കിൽ പോലും നമ്മൾ അവരുമായിട്ടൊരു കോണ്ടാക്ട്സിൽ ഏർപ്പെടണം. എങ്കിൽ മാത്രമേ അവർക്കൊരു വിശ്വാസം ഉണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെ ഹോണർ യുവർ വേർഡ്. നമ്മൾ എന്തെങ്കിലും ഒരു പ്രോമിസ് കസ്റ്റമറിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ പാലിക്കണം അല്ലെ. നമ്മൾ കൊടുത്തൊരു വേർഡിന് നമ്മൾ റെസ്പെക്ട് കൊടുക്കണം. ആ റെസ്പെക്ട് കൊടുക്കുക എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും, നമ്മൾ എന്തെങ്കിലും ഒരു വാഗ്ദാനം കസ്റ്റമറിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഫുൾഫിൽ ചെയ്യുക എന്നുള്ളത് സെല്ലറിന്റെ ഡ്യൂട്ടിയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കസ്റ്റമർ സർവീസസ് അല്ലെങ്കിൽ കസ്റ്റമർ സർവീസ് സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് എന്തൊക്കെയാണ് ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള സ്കിൽസ്, സെല്ലർക്ക് ഉണ്ടാവേണ്ട അല്ലെങ്കിൽ ഒരു സെയിൽസ് പേഴ്സൺ ഉണ്ടാവേണ്ട എസെൻഷ്യൽ സ്കിൽസുകൾ ഏതൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതിൽ ലിസണിങ് സ്കില്ല്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ഓർഗനൈസേഷൻ സ്കില്ല്, അതേപോലെ തന്നെ കസ്റ്റമർ സർവീസ് സ്കില്ല്, ഇന്റർപേഴ്സണൽ സ്കില്ല്, അതുപോലെ തന്നെ പെർസ്വാഡിങ് സ്കിൽസ്, അങ്ങനെ ഒരു 6 ടൈപ്പോളം സ്കിൽസുകൾ ഈ ഒരു സെല്ലർക്ക് എസെൻഷ്യൽ ആയിട്ട് വേണ്ട കാര്യങ്ങളാണ്. അതായത് ഡെമോൺസ്ട്രേറ്റ് യുവർ എക്സ്പെർട്ടൈസ് അല്ലെ. അതായത് സെല്ലർ അയാളുടെ നോളജ് കസ്റ്റമറിന്റെ മുന്നിൽ പ്രദർശിപ്പിക്കണം. അതായത് ഒരു പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു സർവീസസുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷനെ കുറിച്ച് അയാൾക്ക് വളരെയധികം നോളജ് ഉണ്ട് എന്ന് കസ്റ്റമറിലേക്ക് എത്തിക്കുമ്പോൾ കസ്റ്റമറിന് ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ ഈസി ആയിരിക്കും അല്ലെ. അതായത് കസ്റ്റമറിന്റെ പ്രോബ്ലം എന്താണോ ആ ഒരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ ഈ ഒരു സെല്ലറിന്റെ കയ്യിലുണ്ട്. അതേപോലെ തന്നെ ആ ഒരു പ്രോബ്ലത്തിന്റെ സൊല്യൂഷനെ കുറിച്ചിട്ട് സെല്ലർക്ക് വളരെയധികം നോളജ് ഉണ്ട് എന്ന് കസ്റ്റമറിന് തോന്നിയാൽ കസ്റ്റമർ അത് വളരെയധികം ട്രസ്റ്റോട് കൂടി ആ ഒരു പ്രൊഡക്റ്റ് സെല്ലറിന്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നു. ഓക്കെ, അതുപോലെ തന്നെ അടുത്തൊരു സ്കില്ലാണ് ഇന്റർപേഴ്സണൽ സ്കിൽസ്, ഇടപഴകാനുള്ള സ്കില്ല് അല്ലെ. കസ്റ്റമർ നിരന്തരം പല ടൈപ്സ് ഓഫ് കസ്റ്റമറുമായിട്ട് സെല്ലർ മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു ഇന്റർപേഴ്സണൽ സ്കില്ല്, മറ്റുള്ളവരുമായിട്ട് വളരെയധികം ക്ലോസ് ആയിട്ട് ഇടപഴകാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. അതിന് അയാൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്? കേർട്ടസി വേണം അല്ലെ, കടപ്പാടുണ്ടായിരിക്കണം. അതേപോലെ തന്നെ റെസ്പെക്ട് ഫോർ അതേഴ്സ്, മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. അതുപോലെ തന്നെ എബിലിറ്റി ടു സീ തിങ്സ് ഫ്രം അതേഴ്സ് പെർസ്പെക്റ്റീവ്, മറ്റുള്ളവരുടെ വീക്ഷണകോണിൽ നിന്ന് കാണാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. അതായത് കസ്റ്റമറിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാനുള്ള ഒരു കഴിവ്,
കസ്റ്റമറിന്റെ യഥാർത്ഥത്തിലുള്ള പ്രോബ്ലം എന്താണ് എന്ന് കസ്റ്റമറിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ചിന്തിക്കാനുള്ള ഒരു കഴിവ് ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് വേരിയസ് കമ്മ്യൂണിക്കേഷൻ സ്റ്റൈല്, അല്ലെ? പല ടൈപ്സ് ഓഫ് കസ്റ്റമറിനെ മീറ്റ് ചെയ്യുന്നു, അപ്പൊ പല ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ സ്റ്റൈലിനെ കുറിച്ചുള്ള ഒരു ബോധം അല്ലെങ്കിൽ അതിനുള്ള ഒരു കഴിവ്, അത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് സെല്ലർക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ.